രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാമായണത്തിലെ കാണ്ഡങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരകാന്ഡമാണ് പ്രതീക്ഷയുടെ കാണ്ഡമാണത്. ആ സുന്ദരകാന്ഡത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. നമുക്ക് മത്സരങ്ങൾ ആരംഭിക്കാം. ആദ്യം പ്രശ്നോത്തരി മത്സരം. പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ സ്കൂളുകളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടീം എ കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട്, ടീം ബി ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ, സുന്ദരിയും സുന്ദരന്മാരും സുന്ദരകാണ്ഡത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അല്ലേ? പരിചയപ്പെടണ്ടേ? പേര് പറയും. ഗോകുൽ. ഗോകുൽ ഏത് ക്ലാസ്സിലാ? 10th. എൻ്റെ പേര് തീർത്ഥ PS. ഞാൻ 9th പഠിക്കുന്നു. ഹരികൃഷ്ണൻ 9th. പ്രണവ് 9th. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: രാവണൻ കൊണ്ടുപോയ സീതയെ തിരക്കി സമുദ്രലംഘനം നടത്തിയ ഹനുമാൻ ഏതു മാർഗത്തിലൂടെ പോയെന്നാണ് വാൽമീകി പറയുന്നത്? എ രാക്ഷസമാർഗം, ബി ചാരണമാർഗം, സി ദേവമാർഗം, ഡി രാമസേതു മാർഗം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ രാക്ഷസമാർഗം. ഓപ്ഷൻ എ രാക്ഷസമാർഗം ഞാൻ ലോക്ക് ചെയ്യട്ടെ? എനിവേ ഞാൻ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ഉത്തരം തെറ്റിപ്പോയി. ടീം എ ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് ചോദ്യം ടീം ബിക്ക് കൈമാറുകയാണ്. രാവണൻ കൊണ്ടുപോയ സീതയെ തിരക്കി സമുദ്രലംഘനം നടത്തിയ ഹനുമാൻ ഏതു മാർഗത്തിലൂടെ പോയെന്നാണ് വാൽമീകി പറയുന്നത്? ബി ചാരണമാർഗം, സി ദേവമാർഗം, ഡി രാമസേതു മാർഗം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏത് മാർഗം മോന് പോയത്? ഓപ്ഷൻ ബി ചാരണമാർഗം. ഓപ്ഷൻ ബി ചാരണമാർഗം ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ചാരണന്മാർ എന്ന് പറയുന്നത് ഗന്ധർവ വിഭാഗം പോലെ മറ്റൊന്നാണ്. ആ ഭാഗത്തുകൂടെ യാത്ര ചെയ്തു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. സഞ്ചാര യോഗ്യത കൂടും എന്നുള്ളതാണ് ഈ ചാരണമാർഗത്തിന്റെ പ്രത്യേകത. ശരി, ടീം ബിക്ക് 1 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോട് തന്നെയാണ്. ക്വസ്റ്റ്യൻ അതാണ്: ലങ്കയിലെത്തിയ ഹനുമാൻ ഏതു നേരത്താണ് ലങ്കാ നഗരിയിൽ പ്രവേശിക്കുന്നത്? എ ത്രിസന്ധ്യയ്ക്ക്, ബി പ്രഭാതത്തിൽ, സി രാത്രിയിൽ, ഡി മധ്യാഹ്നത്തിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി രാത്രിയിൽ. ഓപ്ഷൻ സി രാത്രിയിൽ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ഓപ്ഷൻ സി രാത്രിയിൽ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ അതാണ്: താൻ ശ്രീരാമനോട് അഭിന്നയാകുന്നത് ഏതു വിധത്തിലാണെന്നാണ് സീത രാവണനോട് പറയുന്നത്? എ സൂര്യനോട് പ്രഭ ചേരുന്നത് പോലെ, ബി നിഴലിനോട് രൂപം ചേരുന്നത് പോലെ, സി വൃക്ഷത്തോട് ഫലം ചേരുന്നത് പോലെ, ഡി കാറ്റിനോട് സുഗന്ധം ചേരുന്നത് പോലെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏതാണ് മോളോ? സമയം ഓപ്ഷൻ എ സൂര്യനോട് പ്രഭ ചേരുന്നത് പോലെ. ഓപ്ഷൻ എ സൂര്യനോട് പ്രഭ ചേരുന്നത് പോലെ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ബന്ധിതനായി തന്റെ മുന്നിൽ എത്തിക്കപ്പെട്ട ഹനുമാനെ കണ്ടിട്ട് രാവണൻ അതാരാണെന്ന് സംശയിക്കുന്നത്? എ നന്ദികേശ്വരൻ, ബി ഗരുഡൻ, സി ബാലി, ഡി മഹിഷൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ നന്ദികേശ്വരൻ. ഓപ്ഷൻ എ നന്ദികേശ്വരൻ. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ടീം എയുടെ ക്വസ്റ്റ്യൻ അതാണ്: വാൽമീകി രാമായണത്തിൽ സുന്ദരകാന്ഡം എത്ര സർഗങ്ങളായാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? എ 72, ബി 84, സി 68,
ഡി 69? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശിയോട് ചോദിക്കാം. അപ്പൊ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഹലോ ഹലോ. ഹലോ മുത്തശ്ശി. അതെ. ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോ എന്നാണ് വിളിക്കുന്നത്. ആ. കുട്ടികൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവർക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വിളിക്കും സഹായിക്കണം എന്നൊക്കെ? ഉവ്വ് ഉവ്വ്. ഓക്കെ ശരി, ഞാൻ അവരോട് ചോദ്യം ചോദിക്കാൻ പറയട്ടെ? ഒന്ന് പറഞ്ഞോളൂ, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും. പേര് പറഞ്ഞില്ല. കുമുദം. 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 ഓക്കെ, അവർ ചോദിക്കൂ കേട്ടോ. ഓ. ചോദിച്ചോളൂ. മുത്തശ്ശി, ചോദ്യം ഇതാണ്: വാൽമീകി രാമായണത്തിൽ സുന്ദരകാന്ഡം എത്ര സർഗങ്ങളായാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ 72, ഓപ്ഷൻ ബി 84, ഓപ്ഷൻ സി 68, ഓപ്ഷൻ ഡി 69. 69. 69 ഉറപ്പാണോ? ഉറപ്പില്ല മോളെ. ഓപ്ഷൻ ഡി 69. നമ്മൾ ലോക്ക് ചെയ്തു. ഓപ്ഷൻ ഡി 69. നമുക്ക് നോക്കാം മുത്തശ്ശി പറഞ്ഞു തന്ന ഉത്തരം ശരിയാണോ. മുത്തശ്ശി കൊടുത്ത ഉത്തരം തെറ്റാണ്. ഓ, ശരി. വിളിച്ചതിന് നന്ദി. താങ്ക് യു. ഓക്കെ. അതേ ചോദ്യം ടീം ബിയോട് ചോദിക്കുകയാണ്. വാൽമീകി രാമായണത്തിൽ സുന്ദരകാന്ഡം എത്ര സർഗങ്ങളായാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? എ 72, ബി 84, സി 68. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി 68. ഓപ്ഷൻ സി 68 ലോക്ക് ചെയ്തു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ടീം ബിക്ക് 1 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ്. ചോദ്യം ഇതാണ്: ശരണം അവനൊരുവരും ഒരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരുകയുമില്ലല്ലോ. ആരെ കുറിച്ച് പറയുന്നു? എ അംഗദൻ ഹനുമാനെ കുറിച്ച് പറയുന്നു, ബി സീതരാമനെ കുറിച്ച് പറയുന്നു, സി രാവണൻ രാമനെ കുറിച്ച് പറയുന്നു, ഡി ബാലി സുഗ്രീവനെ കുറിച്ച് പറയുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി രാവണൻ രാമനെ കുറിച്ച്. രാവണൻ രാമനെ കുറിച്ച് ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ഇതിലൊരു സുന്ദരകാന്ഡമല്ലേ, വളരെ മനോഹരമായ ഒരു കാണ്ഡമാണ്. ശരണമവനൊരുവരും ഒരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ. കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതഘ്നൻ തുലോം നിർമ്മമൻ മദരഹിതനറിയരുതു കരുതുമളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവാൻ. ജടിലമായ വാക്കുകളാണ്, കഷ്ടപ്പെട്ടു പോകും നമ്മൾ ചൊല്ലാനായിട്ട്. ടീം എ നേടിയിരിക്കുന്നത് 2 മാർക്കാണ്. ടീം ബി 8 മാർക്ക് നേടിയിരിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ്. അതിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. അധ്യാത്മ രാമായണത്തിലെ ഏറ്റവും ശബ്ദ സൗകുമാര്യമുള്ള ഭാഗം സുന്ദരകാന്ഡമാണ്. ഇന്ന് നമ്മൾ സുന്ദരകാന്ഡത്തിലേക്ക് കടക്കുകയാണ്. സുന്ദരകാന്ഡത്തിലെ മനോഹരമായ കാവ്യങ്ങൾ ആലപിക്കാൻ സുന്ദരിമാരും സുന്ദരന്മാരും തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് സ്കൂളുകളെ സ്വാഗതം ചെയ്യാം. ടീം എ കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട്, ടീം ബി ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ. അവർ റെഡിയല്ലേ? പറയൂ പേര്. അവന്തിക 8th-ലാണ്. ഓക്കെ, നമ്മൾ പരിചയപ്പെട്ടു. പറയുമോളൂ. നിത +1. നിത +1. ഓക്കെ, തുടങ്ങല്ലേ? ടീം എയുടെ കാവ്യം സ്ക്രീനിൽ. ജനിമരണ ജലനിധിയേ വിരവൊടു കട കുമജ്ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാംഗുലീയവുമുണ്ടു ശിരസി മേ കിമപി നഹി ഭയമുദധി സബതി തരിതും നിങ്ങൾ കീശപ്രവരരേ ഖേദിയാകേതുമേ.
ആശയം വിശദീകരിച്ചോളൂ. രാമായണം സുന്ദരകാന്ഡത്തിലെ സമുദ്രലംഘനം ആണ് സന്ദർഭം. ഹനുമാൻ മറ്റു വാനര സുഹൃത്തുക്കളോട് തന്റെ ഉദ്യമത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. വായുതനയനായ ഹനുമാൻ തന്റെ പിതാവിനെ പോലെ ആകാശത്ത് അതിവേഗം സഞ്ചരിച്ച് ലങ്കയിലെത്തുമെന്ന് വാഗ്ദാനം നൽകുന്നു. മരണസമയത്ത് നാരായണ നാമം ജപിക്കുന്ന ആൾക്ക് സംസാര സാഗരം കടക്കുവാൻ കഴിയുമെങ്കിൽ ശ്രീരാമ ഭക്തനും അദ്ദേഹത്തിന്റെ ദൂതനുമായ എനിക്ക് ഈ കടൽ കടക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. അദ്ദേഹം എപ്പോഴും എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നു. തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ മുദ്രമോതിരം എൻ്റെ ശിരസിലും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ശ്രേഷ്ഠരായ വാനര സുഹൃത്തുക്കളെ, ഞാൻ ഈ കടൽ കടക്കുന്നതിൽ നിങ്ങൾ തെല്ലും ആശങ്കപ്പെടേണ്ട. നല്ല ആലാപനം, നല്ല ആശയ വിശദീകരണം. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. കാവാലം ശ്രീകുമാർ സർ. വളരെ നല്ല രീതിയിലുള്ള ആലാപനം. സുന്ദരകാന്ഡം ചൊല്ലാൻ വളരെ പ്രയാസമാണ്. പക്ഷെ അതിലൊരു ഏതാണ്ട് ഏത് ഭാഗം എടുത്താലും പ്രയാസമാണ്. ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമ ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാങ്കുലീയവുമുണ്ട് ശിരസി മേ കിമപി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾ കീശപ്രവരരേ ഖേദിയായി കേതുമേ. ഗോപാലകൃഷ്ണൻ സർ. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സംസാരസാഗരം കടക്കാൻ സാധിക്കുമെങ്കിൽ ജീവനുള്ള ശ്രീരാമനെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തന്ന മുദ്രമോതിരവും കയ്യിൽ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് സാധിക്കും. ആ ആത്മവിശ്വാസം, അവനവൻ ഉദ്ധരിക്കണം, അവനവൻ അപകീർത്തിപ്പെടുത്തരുത്. ഈശ്വര വിശ്വാസം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മോക്ഷമുണ്ടാകും എന്നുള്ള ആശയത്തെ സ്പഷ്ടമാക്കാൻ വേണ്ടി സംസാര സാഗരത്തെ കടക്കുക എന്ന പ്രതീകാത്മക അർത്ഥമാണ് ഇവിടെ സ്പഷ്ടമാക്കുന്നത്. ജന്മനാ രാമദൂതനായ തനിക്ക് അത് സാധിക്കാതെ വരുമോ എന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആത്മദൃഢതയുള്ള വരികളാണ്. നമുക്ക് മാർക്സിലോട്ട് കടക്കാം. ശ്രീകുമാർ സർ. 7 out of 10. സുധാകരൻ സർ. 6 out of 10. 7 out of 10. ടീം എ നേടിയിരിക്കുന്നത് 20 മാർക്ക്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ഉടൽ കടുകിനോടു സമമിടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനി ചരിവേഷമായി കാണായിതാശു ലങ്കാശ്രീയേയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം അസുരസുര നര പശുമൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ. ആശയം വിശദീകരിച്ചോളൂ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡത്തിലെ വരികളാണ് ഇവ. കൃഷരൂപനായി രാത്രിയുടെ ഇരുട്ടിൽ ലങ്കയിലെ വിജനമായ സ്ഥലത്ത് കടക്കാമെന്നോർത്ത് ശ്രീരാമനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ ലങ്കയിലേക്ക് ഗമിച്ചു. പർവ്വതവും മതിലും മറികടക്കാൻ നേരത്താണ് ലങ്കാലക്ഷ്മിയെ ഹനുമാൻ കാണുന്നത്. ലങ്കാലക്ഷ്മി ഹനുമാനോട് ചോദിക്കുന്നതാണ് ഈ വാക്കുകൾ. നീ കള്ളനാണോ? എന്തിന് ഇവിടെ വന്നു? എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ മനുഷ്യർക്കോ ദേവാസുരന്മാർക്കോ മറ്റു ജന്തുക്കൾക്കോ കടക്കാൻ സാധ്യമല്ല. പിന്നെ നീ എന്തിനു വന്നു എന്ന് ലങ്കാലക്ഷ്മി ഹനുമാനോട് ചോദിക്കുന്നതാണ് സന്ദർഭം. നന്നായിട്ട് ചൊല്ലി. ചൊല്ലിനേക്കാൾ ഭംഗിയായിരുന്നു അർത്ഥവ്യാഖ്യാനം. പണ്ട് കാലത്ത് എല്ലാ ദിവസവും സുന്ദരകാന്ഡം വായിക്കുന്നൊരു പതിവുണ്ടായിരുന്നു മലയാളികളുടെ. എനിക്ക് തോന്നുന്നു മധ്യ തിരുവിതാംകൂറിലാണെന്ന് തോന്നുന്നു. വളരെ ഭംഗിയായിരുന്നു. സുധാകരൻ സർ. ഈ വരികൾ വായിക്കുമ്പോൾ 2 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സുന്ദരകാന്ഡത്തിൽ നായകസ്ഥാനത്തുള്ള ഹനുമാന്റെ പ്രവേശ സന്ദർഭമാണ്. സുന്ദര എന്ന ശബ്ദത്തിന് പല അർത്ഥങ്ങൾ ആളുകൾ പറയാറുണ്ടെങ്കിലും ദൂതൻ എന്ന അർത്ഥത്തിനാണ് പ്രാമാണ്യം. ഇനിയൊന്നുള്ളത് ലങ്കാലക്ഷ്മിയുടെ കാര്യമാണ്. ബ്രഹ്മലോകത്തിലെ ബ്രഹ്മാവിൻ്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരിയായിരുന്ന വിജയലക്ഷ്മിയാണ് സൂക്ഷിപ്പിൽ അല്പം
തെറ്റുവരുത്തിയതിനാൽ ശാപം കിട്ടി ഇവിടെ ലങ്കയിലേക്ക് പോകുന്നത്, രാക്ഷസിയായി കഴിയുന്നത്. ഇനിയൊരു വാനരൻ്റെ തടനമേറ്റതിന് ശേഷം നിനക്ക് മോക്ഷം ഭവിക്കട്ടെ എന്നുള്ള അനുഗ്രഹത്തോടെ. അപ്പോൾ അതിനുള്ള കളമൊരുക്കലും കൂടിയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഓർമ്മിക്കണം. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ, ഇത് താരതമ്യേന മറ്റേ നേരത്തെ ഭാഗത്തേക്കാൾ കുറച്ച് കടുകട്ടി ഭാഗമായിരുന്നു. അത് വൃത്തിയായിട്ട് ചൊല്ലി. അതുകൊണ്ട് 7 മാർക്ക്. സുധാകരൻ സർ, 6 മാർക്ക്. ഗോപാലകൃഷ്ണൻ സർ, 7 മാർക്ക് തന്നെ. നന്നായിരുന്നു. ടീം ബി നേടിയിരിക്കുന്നത് 20 മാർക്കാണ്. ശ്രീരാമ രാമ രാമ. शृणु सुमुखी तव चरण नलिनदासोऽस्म्यहम् शोभनशीले प्रसीद प्रसीद मे ജനകജയും അവനൊടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ട് ചൊല്ലിയിടിനാൽ ദശരഥജ നിശിത ശരദലിതവ പുഷാ ഭവാ ദേഹം വിനായമലോകം പ്രവേശിക്കും. ഉഷസ്സിനിശിചര്യകളിവരുടലു മമ ഭക്ഷിക്കൂ ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ മരണമിഹ വരുവതിനുമൊരു കഴിവു കണ്ടീല മാനവ വീരനുമെന്നെ മറന്നിതോ.
ഭുവനപതി മമ പതി പുരന്ദര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗകുലപതിശയന നമലനഖിലേശ്വരൻ പൂർവദേവാരാദി ഭുക്തിമുക്തിപ്രദൻ പുരമഥന ഹൃദയമണി നിലയനതിവാസിയാം ഭൂദേശസേവിതൻ ഭൂതപഞ്ചാത്മകൻ. കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട് അല്ലേ? നമ്മൾ പരിചയപ്പെട്ടില്ല, പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. നന്ദന. നന്ദന ഏത് ക്ലാസ്സിലാ? 9th. മോളെ പേര് പറ. അമൃത 8th. ആർച്ച 10th. നവമി 11th. ശ്രീനിധി 10th. കാർത്തിക 8th. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. സീതയും മണ്ഡോദരിയുമൊക്കെ അതിഗംഭീരമായിരുന്നു. എല്ലാവരും ഒരു കുറ്റം പോലും പറയാനില്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് സീതയുടെ ആ ഒരു രോഷമുണ്ടല്ലോ, അത് കഴിഞ്ഞ് സീതയുടെ ഇവരെ രാക്ഷസികളുടെ നടുവിലുള്ള ആ ഒരു പേടിയും ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഇത്രയും ചെറുതിലെ ഇത്ര അഭിനയം നല്ലപോലെ കാഴ്ചവെക്കാൻ പറ്റുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ആ നിങ്ങൾ ഉപയോഗിച്ച സംഗീതം, നല്ല സിംഗേഴ്സ് ആയിരുന്നു അത്. ഓൾ ദി ബെസ്റ്റ്. സുധാകർ സർ. വളരെ നല്ല പ്രകടനമായിരുന്നു. ഭാവവും ആ സന്ദർഭത്തിന് ഉചിതമായ വിധത്തിൽ ഓരോരുത്തരും പ്രതികരിച്ചു. പിന്നെ വേഷവിധാനത്തിൽ നിങ്ങൾ അതിൻ്റെ ഭാവത്തിനനുസരണമായ രീതി സ്വീകരിച്ചിരിക്കുന്ന താമസഭാവത്തിനുള്ള കറുപ്പ് വേഷവും ഒക്കെ കൊള്ളാം. പക്ഷെ ഒരു പക്ഷേ സീതയ്ക്കൊരു വെളുത്ത വസ്ത്രമായിരിക്കണമോ എന്നെനിക്ക് തോന്നി. പോട്ടെ, അത് ആഹാര്യത്തിൻ്റെ കാര്യമാണ്. ആഹാരമല്ല, ആഹാര്യത്തിൻ്റെ കാര്യമാണ്. പിന്നെ ആ പുൽക്കൊടി എടുത്തിട്ടില്ലേ, രോഷത്തോടുകൂടി വലിച്ചെറിഞ്ഞു. കൊള്ളാം, സന്ദർഭത്തിന് അങ്ങനെയാണ് എന്ന് തോന്നുമെങ്കിലും പാതിവ്രത്യത്തിൻ്റെ പ്രതീകമായ തൻ്റെ ശക്തിയെയാണ് നിസാരമെന്ന് തോന്നിക്കുന്ന പുൽക്കൊടിത്തുമ്പിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വലിച്ചെറിയൽ ഒഴിവാക്കണമോ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത്രയേ ഉള്ളൂ. ഏതായാലും നല്ല രീതി, നല്ല പ്രകടനം. താങ്ക് യു. ഗോപാലകൃഷ്ണൻ സർ. ആ രാവണൻ്റെ നല്ല ശാലീനത നിറഞ്ഞ ഹനുമാൻ, തകർപ്പൻ മണ്ഡോദരി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് എത്രയാ മാർക്ക് തരിക എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും എൻ്റെ ആ സിമ്പിൾ ദൃഷ്ടിയിലൂടെ ഇത് സൂപ്പറാണ്. എല്ലാവരും ഓരോരുത്തർ. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ. 18 out of 20. സുധാകർ സർ. 20ൽ 17. ഗോപാലകൃഷ്ണൻ സർ. 20ൽ 17 തന്നെ ഞാൻ. കൈരളി വിദ്യാഭവൻ നേടിയിരിക്കുന്നത് 52 മാർക്കാണ്. ഈ തകർപ്പൻ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇതേ ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടാം.